സതീ പരിത്യാഗം. അപമാനത്താലും ദുഃഖത്താലും സതീദേവി ദീനം ദീനം കരയുവാൻ തുടങ്ങി. തോഴികളുടെ സാന്ത്വന വാക്കുകൾക്കൊന്നും സതിയെ സമാധാനിപ്പിക്കുവാനായില്ല. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ആനന്ദത്തോടെ യാഗത്തിന് പുറപ്പെട്ട പ്രിയ പത്മിനി വിലാപത്തോടെ മടങ്ങി വരുന്നത് കണ്ട് പരമശിവൻ ആകുലനായി മാറി. ദേവി, എന്താണ് സംഭവിച്ചത്? പറഞ്ഞാലും നിന്റെ മിഴികൾ കലങ്ങിയത് എന്തുകൊണ്ടാണ്? പറയൂ പ്രിയേ, നിന്റെ ഈ ദുഃഖത്തിന് കാരണമെന്താണ്? യാഗം ഇത്ര വേഗം പരിസമാപ്തിയിലെത്തിയോ? നാഥ, അവിടുത്തെ വാക്കുകൾ നിഷേധിച്ച് യാഗത്തിന് പോയതിനുള്ള ഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ പിതാവായ ദക്ഷൻ വിശിഷ്ടമായ യാഗഭൂമിയിൽ വെച്ച് എന്നെ അപമാനിച്ചിരിക്കുന്നു. എന്നെ അപമാനിച്ചതിൽ ഞാനിപ്പോൾ വിഷമിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് സതീദേവിയുടെ കണ്ണുകൾ വീണ്ടും സജലങ്ങളായി. എന്താണ് ദേവിയുടെ പിതാവ് പറഞ്ഞത്? പറയൂ. പരമശിവൻ ആകാംക്ഷാഭരിതനായി. സതീദേവി ഗദ്കണ്ഠമായി തുടർന്നു. ദേവാ, അവിടുന്ന് അശുദ്ധനാണത്രേ. പ്രപഞ്ചത്തിൽ ആരും അങ്ങയോളം ഹീനനല്ലത്രേ. നാഥ, അങ്ങ് ഭിക്ഷ യാചിക്കുവാനായിട്ടാണ് യാഗസ്ഥാനത്തേക്ക് എന്നെ അയച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സതീദേവിയുടെ വാക്കുകൾ പരമശിവനെ കുപിതനാക്കി മാറ്റി. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കരുതിയത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദേവി, നിനക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ? അപ്പോൾ നീ എന്താണ് പറഞ്ഞത്? പിതൃഭവനത്തിൽ പോകുവാൻ ക്ഷണം ആവശ്യമില്ലെന്നല്ലേ? ഇപ്പോൾ സംഹാരമൂർത്തിയായ എൻ്റെ പ്രിയതമ അപമാനിതയായി മടങ്ങി വന്നിരിക്കുന്നു. കടന്നുപോകൂ, എനിക്കിനി നിന്നെ കാണണ്ട. സതീദേവി ഞെട്ടിപ്പോയി. പിതാവിൻ്റെ ഭർസലങ്ങൾക്ക് പുറമേ ഭർത്തൃഭർസലനമോ? സതീദേവി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അരുതേ ദേവ, അവിടുന്ന് ഇങ്ങനെ പരീക്ഷ വാക്കുകൾ പറയരുതേ. അത് സഹിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അവിടുത്തെ ചരണങ്ങളിലല്ലാതെ എവിടെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തേണ്ടത്? ഇഹത്തിലും പരത്തിലും എനിക്കൊരു മറ്റൊരാശ്രയം ആരാണ് നാഥ? അവിടുന്ന് ഇപ്രകാരം പറയരുതേ. എന്നെ അപമാനിക്കുന്നതിനുള്ള അവസരം നീ ബോധപൂർവം സൃഷ്ടിക്കുകയായിരുന്നില്ലേ? ദേവിയെ ഞാൻ പലവട്ടം തടഞ്ഞില്ലേ? എന്നിട്ടും നീ സ്വേച്ഛേച്ഛയാൽ ദക്ഷപുരിയിൽ പോയില്ലേ? സർവരാലും എന്നെ അപമാനിതനാക്കി. കടന്നുപോകൂ, ഇനി ഈ കൈലാസത്തിൽ നിന്റെ സാന്നിധ്യമുണ്ടാകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പരമശിവൻ കോപിഷ്ഠനായി പറഞ്ഞു. അത്യന്തം ദുഃഖിതനായി തീർന്ന സതീദേവി ഹൃദയം പൊട്ടുമാറ് കരഞ്ഞുകൊണ്ട് പരമശിവന്റെ കാൽക്കൽ വീണു. പക്ഷേ കുപിതനായി തീർന്ന ഭഗവാൻ സതീദേവിയുടെ വാക്കുകൾ ചെവികൊണ്ടില്ല. സർവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമെന്നറിഞ്ഞ സതീദേവിയുടെ മനസ്സിൽ പ്രതികാരാഗ്നി എരിഞ്ഞു. ഭർത്താവിനാൽ താൻ പരിത്യജിക്കപ്പെടുവാൻ കാരണം ആരാണ്? തൻ്റെ പ്രിയപതി മുന്നറിയിപ്പ് നൽകിയിട്ടും ആ വാക്കുകൾ അവഗണിച്ചതല്ലാതെ ഒരുപക്ഷെ അതുതന്നെയല്ലേ ഇന്നത്തെ ഈ ദുഃഖത്തിന് ആധാരം? ഇതിന് അവസരമൊരുക്കിയത് തൻ്റെ പിതാവും. ദക്ഷ പ്രജാപതിയുടെ ഓമന മകളുടെ ഇന്നത്തെ വേദനകളുടെ ആധിക്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. ഇപ്രകാരം ചിന്തിച്ചുറച്ച സതീദേവി ദക്ഷയാഗം അരങ്ങേറുന്ന ഭൂമിയിലേക്ക് കൊടുങ്കാറ്റുപോലെ പാഞ്ഞുപോയി. ഇനിയാണ് സതീദേവിയുടെ ജീവത്യാഗം തുടരും.